യെസ്. ഇനി മാസപ്പടി കേസിൽ എന്താണ് അപ്ഡേറ്റ് എന്നുള്ളതാണല്ലേ? നല്ല വലിയൊരു വാർത്താ ദിവസമായിരുന്നു. അത് പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന ചോദ്യമുനയിലേക്ക് പിണറായി വിജയൻ എത്തുമ്പോൾ ചോദ്യം ചെയ്യൽ ഉടനടി ഉണ്ടാകും. എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് എന്താണ് അപ്ഡേറ്റ് ഉള്ളത് എന്നുള്ളത് നമ്മുടെ മിഥുൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്ന് പറഞ്ഞു തരുന്നത്. മാസപ്പടി കേസിൽ വീണ വിജയന്റെയും CMRLന്റെയും കൂടുതൽ കടലാസ് കമ്പനികളിലേക്ക് ED അന്വേഷണം നീങ്ങുകയാണ്. എക്സാലോജിക്കിനും ലേക്കർ ഇന്ത്യക്കും പുറമെ വീണയ്ക്ക് മറ്റ് കമ്പനികളും ഉണ്ട് എന്നുള്ള സംശയമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പുകൾ ഉണ്ടായിരുന്നോ എന്നും ED അന്വേഷിക്കുകയാണ്. വീണ പാർട്ണറായിട്ടുള്ള ലേക്കർ ഇന്ത്യയുടെ അക്കൗണ്ടിലെ 15.5 ലക്ഷം രൂപ ED മരവിപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും വീണയ്ക്ക് കുരുക്ക് മുറുകിക്കഴിഞ്ഞു, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തകളുണ്ട്. അതായത് പിണറായിലേക്ക് അടക്കം അന്വേഷണം നീളുന്നു. ഏത് സമയവും ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഇന്ന് കൂടുതൽ കമ്പനികൾ ഈ വീണയുടെ പേരിലേതായി ഉണ്ടോ, ഒപ്പം തന്നെ പാർട്ട്ണർഷിപ്പിൽ വീണ മറ്റ് കമ്പനികളിൽ പങ്കാളിത്തം ഉണ്ടോ, അങ്ങനെ ഒരുപാട് അന്വേഷണം മറ്റൊരു ഗതിയിലേക്ക് പോവുകയാണല്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും കൃഷ്ണരാജ് രാഗി, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇത്തരത്തിൽ പിണറായി വിജയനിലേക്ക് അടക്കം ഇതിൻ്റെ അന്വേഷണം നീളുന്ന തട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം നിൽക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഈ കടലാസ് കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീണ കോടികൾ ഇത്തരത്തിൽ വെളുപ്പിച്ചതായി, കള്ളപ്പണം വെളുപ്പിച്ചതായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത്. അതിലൊന്നായിരുന്നു ഈ എക്സാലോജിക് എന്ന കമ്പനി. അതിനപ്പുറത്തേക്ക് മറ്റ് കമ്പനികൾ ഈ ഇത്തരത്തിൽ വീണ വിജയൻ രൂപീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റു കമ്പനികളിൽ പാർട്ണറായി വീണ വിജയനുണ്ടോ എന്നടക്കമുള്ള സംശയത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു നിലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കും അതുപോലെ തന്നെ CMRലുമായി നടത്തിയ ഒരു ഇടപാടുകളാണ് ഇപ്പോഴത്തെ കേസിന് ആധാരമായിട്ടുള്ളതെങ്കിൽ മറ്റ് അതിൻ്റെ വിസ്തൃതി വ്യാപിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പണം മരവിപ്പിച്ചത് ഇത്തരത്തിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൽ നിന്ന് ഏതാണ്ട് 15 ലക്ഷത്തിലധികം രൂപയാണ് ഈ ഒരു കമ്പനിയിൽ നിന്ന് ED മരവിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ഈ ലേക്കർ ഇന്ത്യയുടെ പങ്കാളിയാണ്, പാർട്ണറാണ് ഇത്തരത്തിൽ വീണ വിജയൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കമ്പനികളിലും ഇത്തരത്തിൽ പാർട്ണർഷിപ്പ് ഉണ്ട്. അവിടങ്ങൾ വഴിയും ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടാകാമെന്നുള്ളൊരു സാധ്യതയാണ് ED കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ CMRLൻ്റെ കൂടി കടലാസ് കമ്പനികളിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ മറ്റ് CMRലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സഹോദര സ്ഥാപനങ്ങളിലും ആലുവ കേന്ദ്രീകരിച്ചെല്ലാം പരിശോധന നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ അക്കൗണ്ടുകളിൽ കൂടി അവരുമായി വീണയ്ക്ക് നേരിട്ടും അല്ലാതെയുമുള്ള ബന്ധമുണ്ട് എന്നുള്ളതും ഇതോടകം തന്നെ കണ്ടെത്തുകയാണ്. ചില വായ്പകളെല്ലാം തന്നെ ചില കമ്പനികൾ നൽകിയതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആ വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ കമ്പനികളിലേക്ക് കൂടി അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ വ്യാപിപ്പിക്കാൻ ED മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ CMRL, എക്സാലോജിക് എന്ന ഈ രണ്ട് കമ്പനികളിൽ ഒതുങ്ങി നിൽക്കാതെ ഈ അന്വേഷണത്തിൻ്റെ വ്യാപ്തി കൂടുതൽ വിപുലപ്പെടുത്തിയിരിക്കുന്നു ED എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വീണയെയും അതുപോലെ തന്നെ പിണറായി വിജയനെയും എല്ലാം തന്നെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തുന്നതാണ്. കാരണം യാതൊരു വിധത്തിലുള്ള സർവീസുകളും നൽകാതെയാണ് ഇത്തരത്തിൽ പിണറായി വിജയനുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ളൊരു ഇടപാടുകൾ നടന്നത് എന്നുള്ള രീതിയിലുള്ള മൊഴികൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പിണറായി വിജയൻ അടക്കം കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങിയത്. ഈ CMRL മാത്രമായി ഏതാണ്ട് 180 കോടിയിലധികം രൂപയുടെ ഒരു അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ, നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതെല്ലാം പിണറായി വിജയനിലേക്ക് നീളും എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും പുതിയ വിവരങ്ങളിലെല്ലാം അടിസ്ഥാനത്തിൽ കൂടുതൽ വിപുലമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ED. ശരി, മിഥുൻ അയ്യപ്പൻ.